റീസെന്റ് ആയിട്ട് കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. കണ്ട ടൈമിൽ തന്നെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും ട്രൈ ചെയ്യാനായിട്ട്. അപ്പൊ അതായത് നമ്മൾ ടാങ്ക് പൗഡർ യൂസ് ചെയ്തിട്ട് കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പുഡിംഗ് ആണ്. കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ. അപ്പൊ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടാങ്ക് പൗഡർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ഫ്ലേവർ ആണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇതിലേക്ക് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസും. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഈ 2 മിക്സ് നമുക്ക് ഒരേ ടൈമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളണേ. ഒരേ ചൂടിൽ ഒരുമിച്ച് ഒന്ന് നമുക്ക് തിക്കാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകിയത് ഇതുപോലെ കോൺഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ഗ്ലേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂട് മാറാനായിട്ട് നിൽക്കരുത് കേട്ടോ. അത് നല്ല ചൂടെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ലെയർ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് 2 ലെയർ ആണെങ്കിൽ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ ഇതുപോലെ ഒരു പുറമേക്ക് ഒരു ഓറഞ്ച് ലെയർ മാത്രം ഒന്ന് കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ചുടക്ക മാറിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ ഇതുപോലെ ബൗൺസിങ് ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ. കട്ട് ചെയ്തെടുക്കാം. കാണാൻ അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം. ടാങ്കിന്റെ ടേസ്റ്റ്